ആ ശഫാഅത്തുൽ ഉളമയും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ആഖിറത്തിൽ വെച്ച് നമുക്ക് ശുപാർശ ചെയ്യാൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ ഒരു സ്ഥാനമാണ് മഖാമുൻ മഹ്മൂദ്. മഖാമും മഹ്മൂദ്. ആ മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങളിൽ നിന്ന് കൂടുതൽ മുഫസ്സിരീങ്ങളും പറയുന്നത് ശഫാഅത്തുൽ ഉളമയാണ് എന്നാണ്. ആ ശഫാഅത്തുൽ ഉളമയും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ആഖിറത്തിൽ വെച്ച് നമുക്ക് ശുപാർശ ചെയ്യാൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെക്കുന്നു. ഇനിയോ ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഹദീസിൽ കാണാം ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ദുആ ഉണ്ട്. ഒരു ദുആ, അത് അല്ലാഹ് പ്രത്യേകമായിട്ട് കൊടുത്തൊരു ദുആ. എന്തു ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടും. എന്നാൽ മറ്റെല്ലാ പ്രവാചകന്മാരും ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ ആ ദുആനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മത്തിൽ നിന്ന് വല്ലാത്ത അക്രമം നേരിട്ടപ്പോ ചില നബിമാരെ ആ ദുആനെ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ ദുആനെ ഈ ലോകത്ത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും ഉപയോഗിച്ചു. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇഖ്തബഅതു ദഅവതി, ഞാൻ എൻ്റെ ദുആനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് മുത്തുനബി ആ ദുആ ഉപയോഗിക്കാതെ വെച്ചതെന്നറിയുമോ? ശഫാഅത്തുൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ശഫാഅത്തായിട്ട്. ആ ദുആ വല്ലാത്ത പ്രയാസം നേരിട്ട ഘട്ടത്തിൽ പോലും മുത്തുനബി ഉപയോഗിക്കാതെ വെച്ചതാണ്. നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പ്രയാസങ്ങളില്ലാതെ ജീവിച്ച നേതാവാണോ? കൊല്ലങ്ങളോളം പട്ടിണി കിടന്ന നേതാവാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 കൊല്ലത്തോളം പട്ടിണി കിടന്നിട്ടുണ്ട് മുത്തുനബി. ഹദീസിൽ കാണാം, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയാണ് കാഷ്ടിച്ചിരുന്നത് പോലും. അഥവാ പച്ച ഇലകൾ കഴിക്കുകയാണ്. വിശന്നിട്ട് പച്ച ഇലകളും കായകളും പറിച്ച് തിന്ന നബി. ആ നബി തങ്ങൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നില്ലേ ദുആ? പോരാ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ മാസങ്ങളായി ചത്തുകിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് മുത്തുനബിയുടെ ദേഹത്തേക്ക് അങ്ങെടുത്ത് മുത്തുനബിയെ വഷളാക്കിയപ്പോ അവിടുത്തേക്ക് അവർക്കെതിരെ ഈ ദുആനെ ഉപയോഗിക്കാമായിരുന്നില്ലേ കൂട്ടുകാരെ? പക്ഷേ മുത്തുനബി ദുആ ചെയ്തിട്ടില്ല. പോരാ, നബി തങ്ങളുടെ മകനാണല്ലോ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ. ആ പൊന്നുമകൻ മുത്തുനബിയുടെ കയ്യിൽ കിടന്നങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. ഒരു പിതാവിന്റെ കയ്യിൽ കിടന്ന് സ്വന്തം മകൻ മരണപ്പെട്ടാൽ ആ പിതാവിന്റെ മാനസികാവസ്ഥ എത്രയാണ്? ആ പിതാവിന്റെ കയ്യിൽ നിന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനങ്ങ് മരണപ്പെട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ വന്ന് മുത്തുനബിയോട് പറഞ്ഞതെന്താണ്? മുഹമ്മദ്, നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ മക്കള് മുഴുവനും നശിച്ചു പോകും, നിന്റെ പരമ്പര നിലനിൽക്കൂല എന്ന് സ്വന്തം മകന്റെ മയ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പിതാവാകുന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ വിഷമിച്ച ഘട്ടത്തിൽ ഈ ദുആ നബി തങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നില്ലേ? പക്ഷേ ഹബീബായ തങ്ങള് പറയാണ്, ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൽ ഉമ്മത്തി, ഞാൻ എല്ലാ ദുആനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ ഉമ്മത്തിന് വേണ്ടിയാണ്.
ഉമ്മത്തിന് വേണ്ടിയാ. ഇങ്ങനെ നമ്മളെ കരുതിയ ഒരു നേതാവ് വേറെയുണ്ടോ? ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി മനസ്സിലാലോചിച്ചൊരു നേതാവ് വേറെയുണ്ടോ? സുബ്ഹാനല്ലാഹ്. മുത്തുനബിയതാ വീട്ടിൽ കിടക്കുകയാണ്, ശത്രുക്കളതാ വീട് വളയുകയാണ്. എല്ലാവരുടെ കയ്യിലും നല്ല മൂർച്ചയുള്ള വാളുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും കൂടെ മുത്തുനബിയെ വെട്ടണമെന്നാണ് അവര് പ്ലാനിട്ടത്. ആ സമയത്ത് പോലും മുത്തുനബി ആ ദുആ ഉപയോഗിച്ചില്ല. മുത്തുനബി ആ ദുആഇനെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നേതാവിനെ അല്ലാതെ നമ്മളാരെ സ്നേഹിക്കാനാണ്? ആ നേതാവിനെ അല്ലാതെ നമ്മളാരെ കൊണ്ടു നടക്കാനാണ്? ആ നേതാവിനെ അല്ലാതെ നമ്മളാരെ പ്രതീക്ഷ വെക്കാനാ? മുഹമ്മദുൽ സയ്യിദു കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബിൽ ആമീൻ അജമീ. അതേ നിസ്കാരം പരിപൂർണമായ മഹത്തുക്കൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നോമ്പെടുക്കാൻ കഴിയുന്നില്ല. ഖുതുബുൽ ആലമിനോട് മഹബത്ത് വെക്കുക എന്നല്ലാതെ ആ മഹാൻ ജീവിച്ചതുപോലെ ഒരു ദിവസം പോലും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ അവരോടുള്ള സ്നേഹമില്ലയോ? അവരോടുള്ള മഹബത്തില്ലയോ? മുത്തുനബിയോടുള്ള അടങ്ങാത്ത ഇഷ്കില്ലയോ? ആ ഇഷ്ക് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷയാണ് കേട്ടോ.